വിവാദ നായിക എന്ന് പറയുമ്പോൾ പല തരത്തിലാണ് പലരും വിവാദങ്ങളിലേക്ക് എറിയപ്പെടുന്നത് അല്ലെങ്കിൽ തള്ളപ്പെടുന്നത്. ഇത് പലതരത്തിൽ വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച ഏറെ പ്രിയപ്പെട്ട RJ ബിൻസിയാണെന്ന് നമ്മളോടൊപ്പം അതിഥേയത്തിരിക്കുന്നു. സ്വാഗതം. വിവാദ നായിക എന്നാണ് ഇപ്പം പലരും പറഞ്ഞു കേൾക്കുന്നത്. വിവാദ നായികയാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. നായിക ആക്കിയ സ്ഥിതിക്ക് പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ, ഞാനത് മാറ്റാനും വിവാദമാണെങ്കിലും നായികയാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴും മെയിൻ ആയിട്ട് ഇരിക്കണം എന്നാണ് ചെറിയ ആഗ്രഹം മാത്രം. അപ്പോ സ്വാഭാവികമായിട്ടും RJ ബിൻസി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് എത്തപ്പെടുന്നത്? RJ ബിൻസി ബിഗ് ബോസിൽ പോകണമെന്ന് ഭയങ്കര അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. സോ അത് ഇപ്പൊ തൊട്ട് തുടങ്ങിയ ആഗ്രഹമല്ല, കുറെ നാൾക്ക് മുൻപേ തുടങ്ങിയ ആഗ്രഹമാണ്. സോ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിലേക്ക് എത്തണമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ആ സമയത്താണ് എനിക്ക് ജോലി കിട്ടി, റേഡിയോയിൽ വർക്ക് ചെയ്യുന്നു, മനോരമയിൽ കയറി, സൂര്യ കോമഡിയിൽ കയറി. അപ്പൊ ഈ സമയത്ത് ഞാൻ ചാനൽ ത്രൂ ഞാൻ അന്വേഷണമൊക്കെ നടത്തി. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 1 കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ ആളുകളെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി മനോരമയിലും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മോളെ ടാസ്ക് ആണ്, വലിയൊരു ബാധ്യതയാണ് എടുത്ത് വെക്കാൻ പോകുന്നത്, റിസ്ക് ആണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് നോക്കാം. അപ്പൊ സൂര്യ കോമഡി ചെന്നപ്പം ചാനൽ ഹെഡ് ഉണ്ട്, സാർ അടുത്ത് പറഞ്ഞു, ബിൻസി ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ശരിക്കും ആലോചിക്കണം, ബിഗ് ബോസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല സാർ, നമുക്കെല്ലാം ഓക്കെ ആക്കാം, അതെ നമുക്ക് പറ്റുമല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. സോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നിന്നു. അങ്ങനെ എന്താണ് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരോട് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു. അപ്പൊ ഇവരത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. മനോരമയിൽ കണ്ട വ്യക്തിത്വങ്ങളോട് മനോരമയിലും സൂര്യ കോമഡിയിലും എല്ലാവരും ഞാൻ ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയായിരുന്നു എനിക്ക് ഇതിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ എപ്പോഴും ഇവരത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു അപ്ഡേറ്റ്സും ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു വർഷം അങ്ങ് പോയി. അത് കഴിഞ്ഞ് ഈ ഇയർ ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. 6ാമത്തെ സീസൺ തൊട്ട് തന്നെ ഇതിനു വേണ്ടിയുള്ള പരിശ്രമം അഭേദ്യമായി തുറന്നുകൊണ്ടിരിക്കുക. ഇഷ്ടമാണ്, പരിശ്രമിച്ചൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ആരുടെ റെക്കമെൻഡേഷൻ വഴി ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. കാരണം നാളെ നമുക്കത് ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറും. സോ ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ നമുക്ക് അന്വേഷണം നടത്തി, ശരിയാണ്. അത് കഴിഞ്ഞ് ഈ സീസണിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഫസ്റ്റ് കഠിനമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, വീഡിയോ കോള്. അത് കഴിഞ്ഞ് നേരിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് ഓഫീസിൽ വെച്ചായിരുന്നു. അത് വലിയൊരു ഇന്റർവ്യൂ ആയിരുന്നു, വിത്ത് വീഡിയോ റെക്കോർഡിങ്, ഭയങ്കര കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതിനുശേഷമാണ് കഥ തുടങ്ങുന്നത്. KGF ശേഷമാണ് കഥ തുടങ്ങുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഫസ്റ്റ് ഡേ പോയി അവിടെ പോയി ആ 15 പേരെയും പരിചയപ്പെട്ടു, അത്രയും നമുക്കറിയാം. പിന്നീട് അവിടെ നടന്ന് ഇവിടെ 48 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ 24 hours എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ മാത്രമേ അത് സാധനം 24 hours കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ബിഗ് ബോസിൽ പോയതായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനകത്ത് നടക്കുന്നതും ഇത് വെളിയിൽ കാണുന്നതും രണ്ടാ. അതായത് അതിന്റെ അകത്ത് ഈ സുലൈമാന് കുടിച്ചവർക്ക് അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ അതിന്റെ അകത്ത് നിന്നവർക്കാണ് അതിന്റെ അകത്ത് എന്താണ് കൃത്യമായിട്ട് നടക്കുന്നതെന്ന് വ്യക്തമാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും എന്താണ് ബിഗ് ബോസ്? RJ ബിൻസി കണ്ട ബിഗ് ബോസ് എന്താണ്? നിങ്ങൾ കാണുന്നതെല്ലാം സത്യമാണ്. എന്താണോ അവിടെ നടക്കുന്നത് അതാണ് കാണുന്നത്. പിന്നെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസ്. അപ്പൊ നമ്മള് അകത്ത് എന്ത് ചെയ്യുന്നു, എങ്ങനെ നിൽക്കുന്നു, ഏതൊക്കെ രീതിയിൽ നമുക്ക് അവിടെ നല്ലപോലെ നിൽക്കാൻ പറ്റും എന്നുള്ളത് വെച്ചിട്ടാണ് ഗെയിം മുൻപോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഫസ്റ്റ് ഡേ തൊട്ട് ഗെയിം കളിച്ചു തുടങ്ങിയ ആൾ അനീഷേട്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അകത്തോട്ട് കയറുമ്പോ തന്നെ പുള്ളി അങ്ങ് തുടങ്ങി. ഞാൻ കയറുന്നത് 6ാമതാണ്, അനീഷേട്ടൻ 1ാമതാ കയറുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 7ാമതും 8ാമതൊക്കെ ആൾക്കാർ വരുമ്പോ ആളിങ്ങനെ ചേറിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും അങ്ങനെ ഗെയിം കളിക്കണം. അതിലൊരു കോയിൻസിഡൻസും ഉണ്ട്. ആദ്യം കയറിയത് അനീഷേട്ടനും, 2ാമത് കയറിയത് അനുമോളും. അതെ അതെ, അനുമോള് വരുമ്പോ തുടങ്ങുന്നത് അതൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന. അതെ അതെ അതെ, അത് അനീഷിന്റെ ഗെയിം ആയിരുന്നു. ശരിക്കും ഞാൻ എല്ലാവർക്കും പറയും ഷാനവാസ് പൊളിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒറ്റപ്പെട്ട് നിൽക്കാം, എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഒറ്റപ്പെട്ട് നിന്നിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് മുഴുവൻ നേടിയെടുക്കാന്നുള്ള ഒരു നരിത്തന്ത്രമായിരുന്നത്. പക്ഷെ ആ നരിത്തന്ത്രം നുള്ളയിലേ നുള്ളി എന്ന് വേണേ പറയാം ഷാനവാസ്. എനിക്ക് അങ്ങനെ തോന്നില്ല, അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു ആംഗിളില് അനീഷ് ആയിരുന്നു ദ ബെസ്റ്റ് ഗെയിമർ. അനീഷ് ഗെയിം കളിച്ച പോലെ കളിക്കണം എന്നേ ഇനി ഞാൻ ആൾക്കാരോട് പറയുള്ളൂ. കാരണം അതുപോലെ നിൽക്കണം. ആള് എന്താ പറയാ, വഴക്കുണ്ടാക്കും, വെറുപ്പിക്കേണ്ടടുത്ത് വെറുപ്പിക്കും. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ ആള് മാറി, നല്ലൊരു മനുഷ്യനായി, ആളിനുള്ളിലെ സ്നേഹം ആൾക്കാർ മനസ്സിലാക്കി. ഇപ്പൊ വിന്നറെക്കാട്ടി കൂടുതൽ ആരാധകർ നമ്മുടെ അനീഷ് ചേട്ടനുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയെങ്കിൽ അതാണ് ദ റിയൽ ഗെയിം. അല്ല, ഈ വിന്നറേക്കാൾ കൂടുതൽ ഫാൻസ് അനീഷ് ചേട്ടൻ ഉണ്ടെന്നുള്ളത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അപ്പൊ വിന്നർ അയാൾക്ക് അപ്പൊ ഈ വിന്നർ ആയത് ചുമ്മാക്കിയതാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഇതിനു മുമ്പുള്ള സീസണിലും കപ്പ് കിട്ടിയ ആൾക്കാരെക്കാട്ടിൽ കൂടുതലും ആൾക്കാർ സ്വീകരിക്കുന്ന കുറച്ച്
കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ ഇന്നുമുള്ള കുറച്ച് ആൾക്കാർ കാണത്തില്ലേ, അതുപോലെ ഒരു കാറ്റഗറി ഓഫ് ആളാണ് അനീഷ് ചേട്ടൻ. അതെന്തുകൊണ്ടാണെന്നറിയോ, ഈ അനുമോൾ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സെലിബ്രിറ്റി ആയിരുന്ന, ഒരുപാട് പേർക്ക് അറിയാവുന്ന, അത്യാവശ്യം കേരളക്കാരിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അനീഷ് എന്ന് പറയുന്നത് കോമണർ എന്ന രീതിയിൽ വന്ന്, അന്ന് കോമണർ എന്ന് പറയുന്ന സാധനത്തിനോട് ജനങ്ങൾക്കൊരു ഞങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ആളാണല്ലോ എന്നൊരു തോട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്താണെങ്കിലും അപ്പം ഈ വിന്നറാക്കിയത് ഫെയർ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതിപ്പം എന്തായാലും വിന്നറെ കപ്പം കിട്ടി വീട്ടിൽ ഇപ്പൊ ഇരിപ്പുണ്ടല്ലോ അടിച്ചു പൊളിച്ചു, അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അനീഷ് ചേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ ജനങ്ങളാണോ തീരുമാനിച്ചിരിക്കുന്നത്, മറ്റാരെങ്കിലും ഒക്കെ ആണോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. PR ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കപ്പ് ആർക്കും ജയിക്കാന്നുള്ളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കും, RJ ബിൻസിക്കും PR ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കുണ്ടെന്നുള്ള ഒരു തെളിവ് ആരെങ്കിലും ഒന്ന് കൊണ്ടുവരാവോ? എനിക്ക് PR ദിവസം പുറത്തായതുകൊണ്ട് മാത്രമാണ് PR ഉള്ള അറിയാറ്. അല്ലല്ല, ഒരിക്കലും അല്ല. എനിക്ക് PR കൊടുക്കുന്നതിലോ കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നെങ്കിലോ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് അവരോട് വീഡിയോസ് ഇടാൻ പറഞ്ഞാൽ ആ ധൈര്യത്തിൽ ഞാൻ അവിടെ കുറച്ചാളെ നിന്നാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിൽ ഇതിനു മുൻപുള്ള പല കണ്ടസ്റ്റൻസിന്റെ അടുത്ത് ചോദിച്ചിട്ട് പോകാൻ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് റൂൾ ഇവർ പറഞ്ഞ കാര്യം ഈ സെലക്ഷൻ കിട്ടിയ കാര്യം ആരോടും പറയരുതെന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനി ഇത് ആർക്കെങ്കിലും പറഞ്ഞ് ഇവർ അറിഞ്ഞൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള പേടി. അതുകൊണ്ട് നമ്മൾ ആർക്കും പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഈ PR എന്നുള്ളൊരു കേസ് നമുക്കറിയാം, ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് PR കൊടുക്കാൻ നല്ലതാണ്, പക്ഷേ ഇതിന് നല്ല എമൗണ്ട് ആകും എന്ന് നമ്മൾ അന്വേഷണം പോലും നടത്തില്ല. അതിനു മുമ്പേ ആൾക്കാർ പറഞ്ഞു PR ഒക്കെ ഭയങ്കര പൈസയാണെന്ന കാര്യം. എൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഇനി ഞാൻ ബിഗ് ബോസിൽ പോകണേ ഉറപ്പായിട്ടും ഒരു 5 വർഷം കഴിഞ്ഞ് തമിഴ് ബിഗ് ബോസിൽ പോകുന്നതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും PR കൊടുത്തിട്ടേ പോകത്തുള്ളൂ. കാരണം PR പോസിറ്റീവ് ആണ് ഒരു രീതി നോക്കുമ്പോ. PR വിനുവിനെ അറിയാമോ? ഇപ്പൊ കേട്ട വിനുവിനെ അറിയാത്ത ഏത് മലയാളിയാ ഉള്ളത്? ഇല്ലില്ല, എനിക്ക് ആളായിട്ട് ഒരു പരിചയവും ഇല്ല. ഞാൻ ശൈത്യ ത്രൂ ആണ് വിനുവിനെ കുറിച്ച് കേൾക്കുന്നത്. ശൈത്യയും RJ ബിൻസിയും PR വിനുവിൽ നിന്നും PR ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു തെളിവ് ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ജനങ്ങളെ വെല്ലുവിളിക്കാണ്, ഒരു തെളിവ് കൊണ്ടുപോവാ. ഈ വിനു എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് അറിയത്ത് പോലും ഇല്ല. അഥവാ ഇപ്പൊ ഞാൻ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അതെ, ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷെ മാന്യമായിട്ട് PR ആയിട്ട് മുൻപോട്ട് പോകണം. എന്നിരുന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, PR കൊണ്ട് മാത്രം ഒരാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റും? അങ്ങനല്ല, പക്ഷെ PR ഒരു മേജർ ഒരു റോൾ ഉണ്ട് ഇതില്. ഇപ്പം ഞാൻ അവിടെ നിന്ന് എവിക്റ്റ് ആയി വരുന്ന സമയം വരെ 2 വീക്സ് അനുമോള് ഭയങ്കര കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് അനുവിന്റെ ഗെയിം ചേഞ്ച് ആവുന്നത്. അനുവിന്റെ മാത്രമല്ല പലരുടെയും ഗെയിം ചേഞ്ച് ആവുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ ആദില നൂറയൊക്കെ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും മിണ്ടത്തോളോ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരൊന്ന് ഓണായി വരുന്നത്. അപ്പം ആ സമയത്ത് PR ഭയങ്കര യൂസ്ഫുൾ ആണ്. ആ സമയത്ത് ഇവരുടെയൊക്കെ വീഡിയോ നല്ലപോലെ ഓടുന്നുണ്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന അനുവിന് മാത്രമല്ല PR ഉള്ളത്, ബാക്കി എല്ലാവർക്കും PR തന്നെയുണ്ട്. ഏകദേശം ഒരു 17, 18, 20 കണ്ടസ്റ്റൻസിൽ ഏകദേശം ഒരു 50% പേരും അംഗീകരിക്കുന്നില്ല. എന്താണ് അനുമോളോട് ഇത്ര വെഞ്ചൻസ് എല്ലാവർക്കും? അനുമോൾ എന്തെങ്കിലും പേഴ്സണലി നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ? അനുമോളോട് പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ഒരു വിരോധം എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുമോളൊരു അസൂയോ, കുറെ പേര് കമന്റ് ഇടുന്നതാണ് അനുമോളോട് അസൂയാണെന്ന്. എന്തിനാ അസൂയപ്പെടണം? ഷാരി ചേച്ചി കഴിഞ്ഞ ദിവസം ആർത്തോ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തിനാ അനുമോളോട് അസൂയുന്നത്? ഓക്കെ, അപ്പൊ എനിക്കും അത് ചോദിക്കാനുള്ളത്, ഞങ്ങൾ എന്തിനാ അനുമോളോട് അസൂയപ്പെടണം? അനുമോള് ചെയ്ത ചില പ്രവൃത്തികള് നമുക്ക് ഭയങ്കര ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അനുമോളോട് പേഴ്സണലി ആകെപ്പാട് ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ദേഷ്യം. അതല്ലെങ്കിൽ അനുമോളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇപ്പൊ PR-ന്റെ കാര്യം എല്ലാവരും സംസാരിക്കുമ്പോഴും അനുവിന്റെ PR വിനു എന്നെ കമന്റ്സ് ഇട്ട് അറ്റാക്ക് ചെയ്തല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല. അല്ലാണ്ട് വേറൊരു പ്രശ്നം അനുമോളാണെങ്കിലും അയ്യോ അനുമോൾ അവിടെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നല്ലോ, അതിന്റെ പേരിലാണല്ലോ ഞാൻ ഇവിടെ കുറെ PR അറ്റാക്ക് നേരിടേണ്ടി വന്നത്. അനുമോള് അപ്പാനി അടുത്ത് പറഞ്ഞ ഒരു കേസിന്റെ പുറത്താണ് ഞാൻ അനുമോള് ഹൗസിൽ ഞാൻ എവിക്റ്റ് ആയി കഴിഞ്ഞ സമയത്ത് അപ്പാനി അടുത്ത് ഒരു ഫൈറ്റ് നടത്തുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞു, നീ കാരണമാണ് ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയത്, അല്ലെങ്കിൽ അവളിവിടെ നിന്നാനേന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട്, അതായത് എന്നെ ആൾക്കാർ വന്ന് ടോർച്ചർ ചെയ്യുന്നു, അപ്പാനിയുടെ കാര്യം പറയുന്നു. അപ്പൊ അനുവിനാണ് ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാവുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം അനുവാണ് ഏറ്റവും ആദ്യം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്. മീൻസ് ഈ അപ്പാനിയായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അനു ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അല്ലടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് അവിടെ തീർന്നു. അതിനുശേഷമാണ് ശൈത്യ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം, ശൈത്യ, ആദില, നൂറ, ഷാനവാസിക്കൊക്കെ സംസാരിക്കുന്നത്. അപ്പം അതെല്ലാം അവിടെ തീർന്നു, ഭയങ്കര
ഹാപ്പി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് ഞാനും അപ്പാനിയും തമ്മിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ അനു പറഞ്ഞതിന്റെ അത് അനുവിന്റെ അടുത്ത് ചോദിക്കണം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട്. അപ്പം അപ്പാനി മീൻസ് തമ്മിൽ ഭയങ്കര കൂട്ടാണ്, അവര് തമ്മിൽ എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഓവർ ആണ് എന്നൊക്കെ പറഞ്ഞ ആൾ അനുവാണ്. നിങ്ങൾ തമ്മിൽ പ്രണയമാണെന്ന് പറഞ്ഞു? അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ബാക്കി അങ്ങനെ പറയാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ അഭേദ്യമായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റും അനു പറഞ്ഞ അതാണ്, അതിലേക്കാണ് ഞാൻ എന്താണ് ഡബിൾ മീനിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്, എന്താണ് ട്രിഗർ ആയത് എന്താണെന്നാണ് ഇപ്പൊ റീ എൻട്രിയുടെ സമയത്ത് ഞാൻ ഇത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി അനുവിന്റെ അടുത്ത് പോയായിരുന്നു. അപ്പൊ അനു പറഞ്ഞത്, ബിൻസി നീ അവിടെ അപ്പാനിയും അക്ബറും ആര്യനും ഞാനും കൂടെ അക്ബറിക്കാടെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പം നീ അവിടെ ഇങ്ങനെ ഇവരോട് സംസാരിക്കാൻ വേണ്ടി കുനിഞ്ഞപ്പോ ബിൻസിയുടെ ക്ലീവേജ് കണ്ടു മോളെ, അപ്പൊ എനിക്ക് വിഷമമായി, അപ്പൊ ഞാൻ പറഞ്ഞു ഇവരോട് അത് കാണുന്ന സാധനം, അപ്പൊ ഞങ്ങൾ എല്ലാരും തമ്മിൽ ഡിസ്കസ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നുള്ളത്. എന്ത് ഒരാളുടെ ഇഷ്ടമല്ലേ എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ട, വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ എന്റെ കംഫോർട്ട് കുഴപ്പമില്ലെങ്കിൽ ക്ലീവേജ് കാണിക്കാം. അപ്പം ഈ പറയുന്ന അനു അവിടെ കാണിക്കുന്നില്ലേ, സാരി ഉടുക്കുമ്പോ വയറ് കാണിക്കണം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യം വീട്ടിൽ കൊണ്ടുവന്നാൾ അനുവാണ്. മോഡേൺ കുല സ്ത്രീ എന്ന് അനുവിനെ നമ്മുടെ നെവിനാണ് വിളിച്ചത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാള് ബിൻസിക്ക് ക്ലീവേജ് കാണിക്കുന്നതിലൊന്നും പ്രശ്നമൊന്നും, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പിന്നെ ഞാൻ ആരെ കെയർ ചെയ്യണം? എന്ത് ഡ്രസ് ഇട്ടാലും ഞാൻ എന്റെ കംഫർട്ടബിൾ ആണ് നോക്കുന്നത്. ഞാൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം അനു പിന്നെ അതിനെന്താ, മാന്യമായിട്ട് ഒരുപാട് വൾഗർ ആവുന്ന രീതി ഞാൻ ഇതുവരെ ഡ്രസ് ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. അന്നിട്ട് ഞാൻ എവിക്ഷൻ ഇട്ട ഡ്രസ്സ് കണ്ടിട്ട് എല്ലാരും പറഞ്ഞ നല്ല ഡ്രസ്സാണെന്നാണ്. ഞാൻ എവിക്റ്റ് ആയി വന്ന ദിവസമായിട്ട് ഒരു വൈറ്റ് കളറിലെ ലെഹങ്ക. അപ്പൊ അതിനകത്ത് ജസ്റ്റ് നമ്മളെന്തോ കുനിയുകയോ തിരിയോ ചെയ്ത ഒരു മിന്നായം പോലെ അനു എന്തോ കണ്ടു. അനു മാത്രമേ കണ്ടുള്ളൂ. അതിന്റെ പേരിൽ അതെ, അനു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമല്ലോ നല്ലപോലെ. അപ്പൊ അനു അതിന്റെ പേരിൽ അനു അവിടെ നിന്ന് ഞാൻ റീ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് ഇത് സംസാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൽ നൂറ എണീറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീയാണ് ആദ്യം അങ്ങനെ പറഞ്ഞത്. അപ്പൊ അനു പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു ടോക്കൊക്കെ അവിടെ നടക്കുന്നത്. എനിക്കറിയത്തില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയാണ് വീട്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ അനീഷ് വേഴ്സസ് അനുമോൾ എന്ന് ചോദിക്കുമ്പോൾ അനീഷിന്റെ ആളാണെന്നുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അനുമോൾ PR കൊണ്ട് മാത്രം ജയിച്ചതാണെന്ന് തന്നെയാണ് ഇപ്പോഴും ദൃഢനിശ്ചയത്തോടു കൂടി വിശ്വസിച്ചിരിക്കുകയാണോ? അനുമോൾ അവിടെ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടന്റ് ഞാൻ എന്റെ ഒരു വിശ്വാസപ്രകാരം അത് എന്റെ അഭിപ്രായമാണ്. ഇത് ഈ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അനുമോൾ തന്നെയാണ്. അനീഷ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനീഷ് കൊടുത്ത കണ്ടന്റ് എന്താ? അനീഷ് ശരിക്കും അനീഷിന്റെ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരൊറ്റ കണ്ടന്റ് എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങൾ മറ്റേ ഉറങ്ങി കിടക്കുകയാണ്, എന്താ കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. ആ സാധനമല്ലാതെ അനീഷിന്റെ ഓർത്തിരിക്കുന്ന കണ്ടന്റ് എനിക്ക് സത്യം. പിന്നെ ഷാനവാസ് അനീഷ് ഒരു കോംബോ കുറച്ച് രസകരമായിരുന്നു. അത് നല്ല സൗഹൃദങ്ങൾക്കൊക്കെ കാണാൻ. പിന്നെ അതിന്റെ തന്നെ കുറെ കല്യാടി കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ ഒരു കണ്ടന്റായി. അല്ലാതെ അനീഷ് ഈ 100 ദിവസം ഓർത്തിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിവാദകരമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലുണ്ട്. ചിലപ്പോൾ പോസിറ്റീവ് കണ്ടന്റ് ആവാം, നെഗറ്റീവ് കണ്ടന്റ് ആവാം. പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അനീഷ് കൊടുത്തു വലിയ കണ്ടന്റ്. നിങ്ങളെല്ലാം പറയുന്നത് ഡിസേർവിംഗ് എന്ന് പറയുന്നുള്ളൂ. ആ പ്രോഗ്രാം കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അനുമോൾ തന്നെയാണ് ജയിക്കേണ്ട ആളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സീരിയസ്ലി പറഞ്ഞു. അനുമോളിന്റെ വിവാദകരമായിട്ടുള്ള എത്രയോ കണ്ടന്റുകൾ ഞാൻ പറയണം. അനുമോളിന്റെ മറ്റേ നമ്മുടെ ജിസേൽ ആര്യൻ ആ ചുംബന രംഗത്തെ കുറിച്ച് അനുമോള് പറഞ്ഞ കണ്ടന്റ് അത് വലിയ നല്ലൊരു കാര്യമായിട്ട് തോന്നിയായിരുന്നു. അല്ല, നല്ലൊരു കാര്യമൊന്നല്ല. ബിഗ് ബോസിൽ പോകുന്ന ആരും ചുംബിക്കാനോ അല്ലെങ്കിൽ എന്താ പുതപ്പിനടിയിൽ കിടന്ന് ശൃംഗരിക്കാനോ അല്ലല്ലോ. പുതപ്പിനടിയിൽ കിടന്ന് അവര് കിസ് ചെയ്യുന്നത് പറയുന്നതിന്റെ തെളിവ് പോലും അനുവിനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ഉറപ്പായിട്ട് പുറത്തു വിട്ടാനോ? അല്ല, അങ്ങനെ വിടില്ല. കാരണം രണ്ടുപേരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ പ്രോഗ്രാം, കാരണം നമ്മുടെ മലയാളികൾ എന്തൊക്കെയാണോ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും മലയാളി ഈസ് മലയാളി. മലയാളിക്ക് ഒരു സദാചാര ബോധവും മലയാളിക്ക് കുറച്ച് ധാർമ്മിക മൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വലിയ സദാചാരവാദി ഇതൊന്നും ഞാൻ ആകുന്നില്ല. ഞാൻ 25-26 വയസ്സൊക്കെ ഉള്ള ഒരു യുവാവാണ്. എല്ലാവർക്കും ഉള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ബിൻസിക്കും ഉണ്ടാവും അല്ലേ? 25-26 വയസ്സ് എനിക്കുണ്ട്. ഓക്കെ, അതിനോട് ഞാൻ യോജിക്കുന്നു. അതൊന്നും ഞാൻ പറയാം. ശരി, എല്ലാം എന്റെ തലയിൽ അപ്പോ അതാണ്.